പിന്നെ ഇപ്പോൾ ഈ ആന ഈ അതിർത്തിയിലാണുള്ളത്. കേരള കർണാടക അതിർത്തിയിലാണ് ഇപ്പോൾ ഈ ആനയുള്ളത്. ആന നേരത്തെ നമ്മുടെ കേരള ജനവാസ മേഖലയിൽ നിന്നും ഒരു 500 മീറ്റർ പുറകോട്ട് കർണാടക വനമേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അത് കേരള വനം വകുപ്പ് ആ ആനയെ അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ വെടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ വനം വകുപ്പിൻ്റെ ആസ്ഥാനത്ത് നിന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് നമ്മളെടുത്ത തീരുമാനത്തിൽ ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആന ഇപ്പോൾ നിൽക്കുന്നത് പറഞ്ഞത് ഈ വനമേഖലയോട് ചേർന്നിട്ടാണ്. കർണാടക പറയുന്നത് ആ ബൗണ്ടറിയിൽ കടന്നാൽ വെടിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ്. വെടിവെക്കേണ്ട സാഹചര്യമുണ്ടോ ഇല്ലേ? അല്ല, വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ജനവാസ മേഖലയിൽ തന്നെ ആന തുടരുന്ന ഘട്ടത്തിലാണ് നമുക്ക് വെടിവെക്കേണ്ടി വരിക. ജനവാസ മേഖലയിൽ കടന്നു വരികയും ജനങ്ങളെ കൊല്ലുകയും കൃഷിനാശം നടത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ ആന ഉപദ്രവകാരിയായ ആനയാണ് എന്ന് കണ്ടുകൊണ്ട് വെടിവെക്കാനുള്ള ഉത്തരവ് നമ്മൾ നൽകിയിട്ടുള്ളത്. പക്ഷേ ആന സ്വമേധയാ കർണാടകത്തിലേക്ക് വനമേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വനമേഖലയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടക ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെ? പക്ഷേ കേരള അതിർത്തിയിലെ ജനവാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന കാര്യമാണ് നമ്മൾ ആലോചിച്ചത്. അതാണ് അവിടെ അവനെ സ്വൈര്യവിഹാരം നടത്താൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ വനം വകുപ്പിൻ്റെ നിലപാട്. അല്ല, മയക്കുവെടി വെക്കേണ്ട സാധ്യത ഉണ്ടാകുമ്പോൾ അതിന് സജ്ജമാണ്. മയക്കുവെടി വെച്ച് ആ ആനയെ പിടിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ അത് ചെയ്യാൻ തന്നെയാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. എന്നാൽ സാഹചര്യം ഒത്തുവരില്ല എന്നുള്ളതിൽ നിന്ന് അത് സ്വമേധയാ മറ്റു കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആക്ഷനിലേക്ക് പോകാൻ നിയമപരമായ സാധ്യതയില്ലല്ലോ. അപ്പോൾ അത് അവിടെ ഓരോ മണിക്കൂറും ഉണ്ടാകുന്ന പുതിയ സാഹചര്യം അനുസരിച്ചല്ലാതെ ഈ കാര്യത്തിൽ വെടിവെക്കില്ലെന്നോ വെടിവെക്കുമെന്നോ, നമ്മുടെ അതിർത്തിയിൽ ഇതുപോലെ തുടരുകയാണെങ്കിൽ വെടിവെക്കും. അല്ല, ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് ഈ നിർദ്ദേശം കർണാടകയിൽ നിന്നും കേരള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കിട്ടുന്നതിൽ കാലതാമസം ഉണ്ടായെന്നാണ് കിട്ടിയ വിവരം. പക്ഷേ അതൊരു വിവാദ വിഷയമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് അതുകൊണ്ടാണ് ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗം കൂടി അവരത് പരിശോധിക്കട്ടെ. എന്തെങ്കിലും വീഴ്ചകളുണ്ടായാൽ ആ വീഴ്ചകൾ കണ്ടെത്തിയാൽ അത് സംബന്ധിച്ച് നടപടികൾ തുടർന്ന് സ്വീകരിക്കുക എന്നല്ലാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെയോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയോ കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് ഞങ്ങൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് നമുക്ക് വിവരം, അതായത് കർണാടക നമുക്ക് ഇതിന്റെ സിഗ്നൽ സംവിധാനം സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകുന്നത് ഈ ഒരാൾ മരിച്ചതിന് ശേഷം മാത്രമാണ്. ഒരു ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് വനംവകുപ്പ്, കർണാടക വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ നമുക്ക് അനുകൂലമായിട്ടുണ്ടാകും. അപ്പോഴും ഇനി കർണാടകയെ സംരക്ഷിച്ചു പിടിക്കേണ്ട നിലപാട് സംസ്ഥാനത്തിനുണ്ടോ? അതോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? അല്ലല്ലല്ല, രാഷ്ട്രീയ സാഹചര്യവും ഈ വിഷയവും തമ്മിലൊരു ബന്ധമില്ല. നമുക്ക് കിട്ടിയ വിവരം സംബന്ധിച്ച് ശാസ്ത്രീയമായി വിലയിരുത്തണം. അതിനാണ് ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ഉള്ളത്. ആ ഇൻ്റർനാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ് അത് പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ച് അവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ തുടർ നടപടികളാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ വരുന്നത്. തീർച്ചയായും ശരിയായ ആക്ഷേപവും പരാജയപ്പെട്ടു എന്നതാണെങ്കിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പരിശോധിക്കാനും ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും ഗവൺമെൻറ്റിന് യാതൊരു മടിയുമില്ല. അല്ലാതെ ഒരു തർക്കമാക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിലെ വനംവകുപ്പിന് ജനങ്ങളെ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടോ, അതോ മൃഗങ്ങളെ മാത്രം സംരക്ഷിക്കേണ്ട ബാധ്യതയാണുള്ളത്? അതൊരു ഇരുതല മൂർച്ചയുള്ള ചോദ്യമാണ്. വനം വകുപ്പിനെ മാത്രമാക്കി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ സാധിക്കില്ല. ഗവൺമെൻറ് എന്നുള്ള നിലക്കാണ് വനം വകുപ്പായാലും റവന്യൂ വകുപ്പായാലും പട്ടികജാതി പട്ടികവർഗ വകുപ്പായാലും പ്രവർത്തിക്കുന്നത്. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ്. അത് ഒന്നിനൊന്നിനെതിരോ ഒന്നിനൊന്ന് വിരുദ്ധമോ അല്ല.